നമസ്തേ, ധ്വനിയുത്തമൻ. തൊഴിലുറപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചുവെങ്കിൽ പണിയെടുക്കാൻ നമ്മളും തീരുമാനിക്കാം. അത്രേ ഉള്ളൂ പ്രശ്നം. ലോക്സഭയിൽ ബില്ല് പാസാക്കുന്നതിനിടയിൽ പ്രതിപക്ഷം ബില്ല് കീറിയെറിയുന്ന നാടകീയ രംഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? യഥാർത്ഥത്തിൽ ഈ ബില്ലിന്റെ പ്രശ്നം എന്താണ്? ഇതിലെന്തോ ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ. 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്രാമങ്ങളെ കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പദ്ധതി പരിഷ്കരിക്കുന്നത്. ഉത്തരവാദിത്തമാണെങ്കിലോ കേന്ദ്ര സർക്കാരിന് 60% സംസ്ഥാന സർക്കാരിന് 40% ആയിരിക്കുന്നു. മുമ്പൊക്കെ ചുമ്മാ ഇരിക്കുന്ന ആ പരിപാടിയില്ലേ, അതൊക്കെ മാറ്റിവെച്ച് ഇനി രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള ചുവടുവെപ്പാണ് പുതിയ പരിഷ്കാരത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. കർഷകർക്ക് കൊയ്ത്തുകാലത്ത് ആളെ കിട്ടുന്നില്ല എന്ന പരാതിയൊക്കെ അങ്ങ് മാറിക്കിട്ടും. 20 വർഷങ്ങൾക്ക് മുമ്പാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കുന്നത്. 20 വർഷത്തിന് മുൻപ് നിന്ന അതേ പൊസിഷനിലാണോ ഇന്ന് നമ്മുടെ രാജ്യം നിൽക്കുന്നത്? അങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്നാണോ ഈ പറയുന്നത്? കാലാനുസൃതമായിട്ടുള്ള മാറ്റം എല്ലാ മേഖലയെ പോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിലും മാറ്റമുണ്ടാകും. 20 വർഷങ്ങൾക്ക് മുമ്പ് തൊഴിലുറപ്പ് പദ്ധതി ഗവൺമെന്റ് കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഏറ്റവും സാമ്പത്തികം കുറഞ്ഞ വ്യക്തികൾക്ക് മിനിമം ഭക്ഷണം കഴിക്കാനുള്ള വരുമാനമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സർക്കാർ അത് ആരംഭിക്കുന്നത്. എന്നാൽ ഇന്ന് ആ സിറ്റുവേഷൻ അല്ല. 25 കോടിയിലധികം ജനങ്ങൾ ദാരിദ്ര്യം രേഖയിൽ നിന്ന് മുകളിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഗ്രാമത്തിന്റെ സ്ട്രക്ചർ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് ജനതയിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവില്ലേ? അപ്പോൾ അന്ന് ഈ തൊഴിലുറപ്പ് മേഖലയിൽ നിന്നും മിനിമം ഭക്ഷണം എന്ന നിലയിൽ നിന്നും എംപവർമെന്റ് ആൻഡ് ഗ്രോത്ത് എന്ന നിലയിലേക്ക് വരാനുള്ള സാഹചര്യമാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാവശ്യമാണ് കൂടുതൽ തൊഴിൽ ചെയ്ത് കൂടുതൽ വരുമാനം നേടുക. മുമ്പ് 100 തൊഴിൽ ദിനത്തില് ഒരു വർഷം 34,600 രൂപയാണ് സമ്പാദിച്ചിരുന്നതെങ്കിൽ പരിഷ്കരണത്തിന്റെ ഭാഗമായി 125 ദിവസം ജോലി ചെയ്യുമ്പോൾ 43,250 രൂപയാണ് പ്രതിവർഷം അവരുടെ കയ്യിലേക്ക് എത്തുന്നത്. അതായത് 8,650 രൂപ വർദ്ധിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, മുമ്പ് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് എങ്കിൽ, ഉത്തരേന്ത്യ പറയുന്നത് പോലെയാണ് 28 സംസ്ഥാനങ്ങളിലും നടത്തിക്കൊണ്ടിരുന്നത് എങ്കിൽ, ഇന്നതിന് മാറ്റം സംഭവിക്കുകയാണ്. കേവലം കാട് വെട്ടലും നോർത്ത് എന്ന് പറയുന്നത് പോലെ കുഴിവെട്ടലും മാത്രമായിരുന്നുവെങ്കിൽ പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് കാർഷിക മേഖലയെ തന്നെ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. സ്വയം തൊഴില്, കന്നുകാലി വളർത്തല്, പച്ചക്കറി കൃഷി എന്നിവയെ പ്രൊമോട്ട് ചെയ്യാൻ കൂടി ഈ പറയുന്ന പരിഷ്കരണത്തിൽ സാധിക്കും. മുമ്പൊക്കെ കേരളം കേന്ദ്രത്തിന് പ്രഷർ കൊടുത്തിരുന്നു ഇത്തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട്. അതാത് സംസ്ഥാനത്തിന്റെ കാലാവസ്ഥ നോക്കിയും ഭൂപ്രകൃതി നോക്കിയുമൊക്കെ ഈ തൊഴിലിനെ ക്രമപ്പെടുത്താൻ സാധിക്കും. തുടർച്ചയായ വരുമാനവും തൊഴിലും ഇത് ഉറപ്പുവരുത്തും. പിന്നെ മുമ്പ് തൊഴിൽ ചെയ്യുന്നതിന് ഒരു മാനദണ്ഡങ്ങളൊന്നുമില്ല. ജോലി ചെയ്താൽ വേതനം വാങ്ങാം. അല്ലാതെ അവർക്കൊരു അസറ്റ് ഒന്നും ഈ 20 വർഷമായിട്ടും ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല കേട്ടോ, അടുത്ത ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, സ്കിൽ ഡെവലപ്മെന്റ് എന്നീ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തും. അതായത് ഈ കാട് വെട്ടുന്നതും കുഴി വെട്ടുന്നതും മാത്രമല്ല, പുതിയ പുതിയ തൊഴിൽ മേഖലയിലേക്ക് കൂടി അവർക്ക് എൻട്രി ചെയ്യാൻ സാധിക്കും. അത് അവർക്കും ഗുണം ചെയ്യും, രാജ്യത്തിനും ഗുണം ചെയ്യും, കാർഷിക മേഖല ശക്തിപ്പെടുന്നതിനും കാരണമാകും. ഇതൊക്കെയാണ് പരിഷ്കരണത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന പാഠങ്ങൾ. പിന്നത്തെ പ്രശ്നം പേരാണ്. മഹാത്മാഗാന്ധി എന്ന പേര് മാറ്റി റാം എന്നാക്കി എന്നതാണ് പ്രശ്നം. മഹാത്മാഗാന്ധി ലക്ഷ്യം വെച്ചതും എന്തായിരുന്നു? രാമരാജ്യം എന്നായിരുന്നു. ഭരണാധികാരിയും പൗരനും ഒരേ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന രാമരാജ്യം എന്നായിരുന്നു. മഹാത്മാഗാന്ധി അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നത് പ്രതിപക്ഷം മറന്നുപോയി എന്ന് തോന്നുന്നു. അതൊക്കെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? അതൊക്കെ പ്രവൃത്തിയിൽ കൊണ്ടുവരണം. ഇവിടെ അത് പ്രവൃത്തിയിൽ കൊണ്ടുവന്നു. അപ്പൊ പേരിനോട് വിരോധം കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അദ്ദേഹത്തോട് വിരോധം കാണിക്കുന്നത് പോലെ ഇരിക്കും അത്. ചുരുക്കി പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുകയല്ല ചെയ്തിട്ടുള്ളത്. രാജ്യത്തിന്റെ വികസനത്തിന്റെ ഭാഗമായിട്ട് വികസിത് ഭാരത് എന്ന പേരിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കേരളം കരയുന്നത് ഇതൊന്നും അല്ല കാര്യം. ഇത്ര നാളും കേന്ദ്ര സർക്കാർ തന്നുകൊണ്ടിരുന്ന 100% ഫണ്ടും ഇനി വെട്ടിക്കുറച്ച് 60% ആക്കുകയാണ്. ബാക്കി 40% സംസ്ഥാനം എടുക്കണം. അധിക ചിലവാണ്. ബഡ്ജറ്റ് താളം തെറ്റും. സാമ്പത്തിക ഭദ്രതയുള്ള, സ്വന്തം കാലിൽ നിൽക്കാൻ ത്രാണിയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇതൊരു വലിയ പരിഷ്കരണം തന്നെയാണ്. അവർക്കതൊരു പ്രശ്നമേ അല്ല. പക്ഷേ കേരളത്തിന്റെ അവസ്ഥ അതല്ല. ലോട്ടറിയിൽ നിന്നും മദ്യത്തിൽ നിന്നും കിഫ്ബിയിൽ നിന്നും പണമെടുത്തുമൊക്കെ സംസ്ഥാനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് ഇതൊരു അധിക ഭാരം തന്നെയായിരിക്കും. അതിലൊരു സംശയവുമില്ല. 2000 കോടി രൂപയാണ് കേരളം അധികമായിട്ട് ഉണ്ടാക്കേണ്ടത്. അപ്പൊ പേരൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം എന്ന് മനസ്സിലായില്ലേ? പാർട്ടി പരിപാടിക്ക് ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരെയൊക്കെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകുന്ന ആ കലാപരിപാടിയൊന്നും ഇനി നടക്കില്ല. എത്ര വാതിൽ പാളികൾ ഇനി ഇളക്കേണ്ടി വരുമോ എന്തോ.